നമസ്കാരം. പകൽ വാർത്തയിലേക്ക് സ്വാഗതം. ധർമ്മസ്ഥലയിൽ പരിശോധന കൂടുതൽ സങ്കീർണമായ ഘട്ടത്തിലേക്ക് കടക്കുകയാണ്. ഇന്ന് നിർണായകമായ ചില സംഭവവികാസങ്ങൾ ധർമ്മസ്ഥലയിൽ ഉണ്ടായിട്ടുണ്ട്. വിശദമായി പരിശോധിക്കാം. ആദ്യം തലക്കെട്ടുകളിലേക്ക്. ധർമ്മസ്ഥലയിൽ ദുരൂഹത വർദ്ധിപ്പിച്ച് കണ്ടെത്തിയ അസ്ഥികൂടങ്ങളുടെ പ്രാഥമിക പരിശോധനാ റിപ്പോർട്ട്. മൂന്ന് പേരുടെ മൃതദേഹാവശിഷ്ടമെന്ന നിഗമനം. ശുചീകരണ തൊഴിലാളി മൃതദേഹം മറവ് ചെയ്യുന്നത് കണ്ടെന്ന് അവകാശപ്പെട്ട് 6 പേർ SITക്ക് മുന്നിൽ. ചേർത്തലയിലെ സൈക്കോ കില്ലർ സെബാസ്റ്റ്യൻ പ്രതിയായ കേസുകളുടെ ചുരുളഴിക്കാൻ ശാസ്ത്രീയ പരിശോധന. ഗ്രൗണ്ട് പെനട്രേറ്റിംഗ് റഡാർ സെബാസ്റ്റ്യന്റെ പുരയിടത്തിലെത്തിച്ച് പരിശോധിക്കുന്നു. NSSന്റെ സഹായം തേടുന്ന രാജ്യത്തെ രണ്ടാമത്തെ കേസ്. ക്രൈംബ്രാഞ്ച് നടപടി ബിന്ദു പത്മനാഭൻ തിരോധാന കേസിൽ. ഉത്തരകാശി പ്രളയത്തിന് കാരണം മേഘസ്ഫോടനമല്ല, ഹിമാനിയോ ഹിമതടാകമോ തകർന്നതെന്ന് നിഗമനം. ദുരന്ത ബാധിത മേഖലയിലേക്ക് ഇനിയും എത്താനാകാതെ രക്ഷാപ്രവർത്തകർ. കുടുങ്ങിയവരിൽ കൊച്ചിയിൽ നിന്നുള്ള തീർത്ഥാടക സംഘവും. പാലിയേക്കര കടക്കാൻ 4 ആഴ്ചത്തേക്ക് ടോൾ നൽകേണ്ട. ഹൈക്കോടതി ഉത്തരവ്. ഇടപ്പള്ളി മണ്ണുത്തി ദേശീയപാതയിൽ ഗതാഗതക്കുരുക്ക് വർദ്ധിച്ച പശ്ചാത്തലത്തിൽ അടിയന്തരമായി സർവീസ് റോഡുകൾ നന്നാക്കി തുറന്നുകൊടുക്കാനും കോടതി നിർദ്ദേശം. ശബരിമലയിലേക്ക് ട്രാക്ടറിൽ പോയെന്ന് ഹൈക്കോടതി മുൻപാകെ സമ്മതിച്ച ADGP MR അജിത് കുമാർ. ആവർത്തിക്കരുതെന്ന് കോടതിയുടെ മുന്നറിയിപ്പ്. കേസിലെ നടപടികൾ അവസാനിപ്പിച്ചു. മെസ്സി വരാത്തതിനെ ചൊല്ലി നാട്ടിൽ ചർച്ച സജീവം. സ്പോൺസർമാരെ പഴിചാരി കായിക മന്ത്രി അബ്ദുറഹ്മാൻ. മെസ്സിയെ കൊണ്ടുവരാൻ ചർച്ച തുടരുകയാണെന്ന് സ്പോൺസർ കമ്പനി MD ആൻഡോ അഗസ്റ്റിൻ ന്യൂസ് 18നോട്. പരാതി നൽകാത്തത് ചർച്ച തീരാത്തതിനാൽ എത്ര ശ്രമിച്ചാലും ലോകകപ്പിന് മുൻപ് മെസ്സി കേരളത്തിലെത്താൻ സാധ്യതയില്ലെന്ന് വിലയിരുത്തൽ. വായ്പാ പലിശ കുറയില്ല. റിപ്പോ നിരക്കിൽ മാറ്റം വരുത്താതെ റിസർവ് ബാങ്ക്. ഭവന വാഹന വ്യക്തിഗത വായ്പകൾക്ക് നിലവിലുള്ള പലിശ നിരക്ക് തുടരും. ട്രംപ് ഉയർത്തുന്ന സമ്മർദ്ദങ്ങൾക്കിടെ രൂപയുടെ മൂല്യം ഇന്നും കുറഞ്ഞു. വിശദമായ വാർത്തകൾ നോക്കാം. ധർമ്മസ്ഥലയിൽ പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ തെരച്ചിൽ പുരോഗമിക്കുന്നതിനിടെ പ്രാഥമിക പരിശോധനാ ഫലങ്ങൾ, അസ്ഥികൂടത്തിന്റെ പ്രാഥമിക പരിശോധനാ ഫലങ്ങൾ പുറത്തുവന്നു. 3-ാം പോയിന്റിൽ നിന്ന് 4 അസ്ഥികൂടാവശിഷ്ടങ്ങളും മാർക്ക് ചെയ്യാത്ത സ്ഥലത്ത് നിന്ന് ഒരു പൂർണ്ണ മനുഷ്യ അസ്ഥികൂടവും ഒരു തലയോട്ടിയും കണ്ടെത്തിയതായാണ് സൂചന. 3 പേരുടെ മൃതദേഹാവശിഷ്ടങ്ങളാണ് ഇവ എന്നാണ് സംശയിക്കുന്നത്. അതിനിടെ ശുചീകരണ തൊഴിലാളി മൃതദേഹം മറവ് ചെയ്യുന്നത് കണ്ടെന്ന് അവകാശപ്പെട്ട് പ്രദേശവാസികളായ 6 പേർ SITയെ സമീപിച്ചു. വിവരങ്ങളുമായി KV ബൈജു ചേരുന്നു. ബൈജു, ഇന്ന് 13-ാം പോയിന്റിൽ വിശദമായ പരിശോധന നടത്താനാണല്ലോ നിശ്ചയിച്ചിരുന്നത്. ഈ പ്രാഥമിക പരിശോധനാ ഫലങ്ങളും കൂടി അതിനിടയിൽ വരികയും ചെയ്തു. ഇപ്പോൾ കൂടുതൽ അസ്ഥികൂടങ്ങൾ ഇന്ന് കണ്ടെത്തിയിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ അത് ഏത് പോയിന്റിൽ നിന്നാണ്? എന്തൊക്കെയാണ് ഏറ്റവും പുതിയ വിവരങ്ങൾ? ശ്രീജ, ഇപ്പോൾ സ്ഥിരീകരിക്കാത്ത, അതായത് നമുക്ക് ഔദ്യോഗികമായി സ്ഥിരീകരിക്കാൻ കഴിയാത്ത വാർത്തകളാണ്. പക്ഷേ 3-ാം പോയിന്റിൽ നിന്നും 3 തലയോട്ടികൾ ലഭിച്ചു എന്ന സുപ്രധാന വിവരം വരുന്നു. അതോടൊപ്പം തന്നെ കൂടുതൽ ഇടങ്ങളിൽ നിന്നും ഇത്തരത്തിൽ കൂടുതൽ തെളിവുകൾ ലഭിച്ചു എന്ന വളരെ നിർണായകമായ വിവരമാണ് ഇപ്പോൾ ധർമ്മസ്ഥലയിൽ നിന്നും നൽകാനുള്ളത്. ഞാനിപ്പോൾ നിൽക്കുന്നത് 13-ാം പോയിന്റിലാണ്. അല്പസമയത്തിനകം തന്നെ ഇവിടെ ശുചീകരണ തൊഴിലാളിയെ ഈ 13-ാം പോയിന്റിലേക്ക് എത്തി പരിശോധന നടത്തും. നമുക്ക് ഒരുപക്ഷെ തത്സമയ ദൃശ്യങ്ങൾ തന്നെ അല്പസമയത്തിനകം കാണാൻ പറ്റും. ശുചീകരണ തൊഴിലാളിയും കൂടിയുള്ള ആ വാഹനം ബെൽത്തങ്ങാടിൽ നിന്നും പുറപ്പെട്ടിരിക്കുന്നു. പ്രധാനമായും ഇന്ന് ഉദ്യോഗസ്ഥരുടെ ഒരു യോഗമുണ്ടായിരുന്നു. അതായത് ഇനി എങ്ങനെയാണ് ഈ അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോകുന്നതെന്ന് സംബന്ധിച്ചുള്ള വളരെ നിർണായകമായ യോഗമാണ്. ഇപ്പോൾ നമ്മൾ ദൃശ്യങ്ങളിൽ കാണുന്ന ആ സ്ഥലം അതാണ് 13-ാം പോയിന്റ്. ആ 13-ാം പോയിന്റ് ഇപ്പോൾ മാധ്യമങ്ങളെ ഒരു നിശ്ചിത അകലത്തേക്ക് മാറ്റി നിർത്തിയിട്ടുണ്ട്. നമുക്ക് ആ ദൃശ്യങ്ങളിൽ നിന്ന് കാണാം, അവിടെ കൂടുതൽ പോലീസുണ്ട്. ഇനി അല്പസമയത്തിനകം അവിടെ ഇത്തരത്തിൽ മറച്ച് ആയിരിക്കും പരിശോധന നടക്കുക. ഏത്
സമയത്തും ഇപ്പോൾ ശുചീകരണ തൊഴിലാളിയുമൊത്തുള്ള SIT സംഘം ഇവിടെ എത്തിയേക്കാം. ഏതായാലും വളരെ നിർണായകമായ വിവരമാണ് ഇപ്പോൾ ഈ 3 പോയിന്റ് നേരത്തെ പരിശോധന നടത്തിയ 3 പോയിന്റിൽ നിന്നും ഇത്തരത്തിൽ വസ്തുക്കളൊന്നും കണ്ടെത്തിയില്ല എന്നായിരുന്നു പുറത്തു വന്ന വിവരം. പക്ഷേ ഇപ്പോൾ നമുക്ക് ലഭിക്കുന്ന ചില സൂചനകൾ ഇങ്ങനെയാണ്. 3 തലയോട്ടിയുടെ ഭാഗങ്ങൾ അവിടെ നിന്ന് ലഭിച്ചു. അതോടൊപ്പം ഇതുവരെ അടയാളപ്പെടുത്താത്ത ആ പോയിന്റിൽ നിന്നും ഇത്തരത്തിൽ ഒരു പൂർണ്ണമായ മനുഷ്യ അസ്ഥികൂടം, അതോടൊപ്പം മറ്റൊരു തലയോട്ടി, തകർന്ന നിലയിലൊരു തലയോട്ടി, അതോടൊപ്പം 60ഓളം അസ്ഥികൾ. അത് കൂടുതൽ ആളുകളുടെ മൃതദേഹാവശിഷ്ടങ്ങളാണെന്നുള്ള ഒരു പ്രാഥമിക ഒരു വിലയിരുത്തലാണ്, അല്ലെങ്കിൽ ഫോറൻസിക് പരിശോധന ഫലമാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. എന്തായാലും അതോടൊപ്പം നമ്മളിപ്പോൾ ദൃശ്യങ്ങളിൽ കാണുന്ന ഈ 13 പോയിന്റിൽ ഈ ശുചീകരണ തൊഴിലാളി മൃതദേഹം സംസ്കരിക്കുന്നത്, ഇവിടെ കുഴിച്ചിടുന്നത് കണ്ടതിന് 6ഓളം ദൃക്സാക്ഷികൾ ഇപ്പോൾ രംഗത്ത് വന്നു എന്നതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം. ഈ കേസിൽ നിർണായക വഴിത്തിരിവായേക്കുന്ന ഒരു മൊഴികളാണ് അത്തരത്തിൽ വന്നിട്ടുള്ളത്. അവർ SITയിൽ നേരിട്ടെത്തി മൊഴി നൽകിയിരിക്കുന്നു എന്ന സുപ്രധാന വിവരം കൂടി നമുക്ക് ലഭിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഇന്ന് 11:30 ഇത്തരത്തിൽ തെരച്ചിൽ നടത്തേണ്ടതാണ്. എല്ലാ ദിവസവും 11:30 തെരച്ചിൽ ഉണ്ടായിരുന്നെങ്കിൽ ഇന്ന് ഉദ്യോഗസ്ഥരെത്താൻ വൈകിയിരിക്കുന്നു. ഇതുവരെ ഇവിടെ തെരച്ചിൽ ആരംഭിച്ചിട്ടില്ല. ഇപ്പോഴാണ് അല്പസമയം മുമ്പാണ് ഈ യോഗം അവസാനിച്ചത്. പ്രത്യേകിച്ച് ഇനി 14ഉം 15ഉം പോയിന്റ് ഉൾപ്പെടെ പരിശോധന നടത്തേണ്ടതുണ്ട്. അത്തരം പരിശോധനകൾ എന്ന് നടത്തും, ഇന്ന് തന്നെ നടത്തണം. അത്തരം കാര്യങ്ങളാണ് യോഗത്തിൽ കൂടിയാലോചന നടന്നത്. പക്ഷേ നമുക്ക് ഈ യോഗത്തിന്റെ വിവരങ്ങൾ പുറത്തു വന്നിട്ടില്ല. അത് അല്പസമയത്തിനകം അറിയാം ഏത് രീതിയിലാണ് ഇനി പരിശോധന എന്നൊക്കെ. ഇവിടെ ഒരുക്കങ്ങളായിരിക്കുന്നു. ശുചീകരണ തൊഴിലാളി 3-ാം പോയിന്റിലെ പരിശോധനയൊക്കെ നേരത്തെ തീർന്നതാണല്ലോ. അപ്പോ നേരത്തെ കിട്ടിയ അസ്ഥികൂട അവശിഷ്ടങ്ങളുടെ വിവരങ്ങളാണോ ഇപ്പോൾ പുറത്തു വരുന്നത്? അതോ ഈ ഒറ്റ സ്ഥലത്ത് കേന്ദ്രീകരിച്ച് പരിശോധന അല്ലാതെ വിവിധ സ്ഥലങ്ങളിൽ ഒരേ സമയം പരിശോധന നടക്കുന്നുണ്ടോ? ശ്രീജ, അതല്ല, നേരത്തെ 1 മുതൽ 12 വരെ പരിശോധന നടത്തി. അതിൽ 6ാമത്തെ പോയിന്റിൽ നിന്നാണ് ഒരു പൂർണ്ണമായ മനുഷ്യന്റെ അസ്ഥികൂടം ലഭിക്കുന്ന സാഹചര്യം ഉണ്ടായത്. മറ്റ് ഒരു സ്ഥലങ്ങളിൽ നിന്നുള്ള ഏതെങ്കിലും ഇത്തരത്തിൽ വസ്തുക്കൾ കിട്ടിയതായുള്ള ഒരു വിവരവും പുറത്തു വന്നിട്ടില്ല. ഏറ്റവും പ്രധാനം, ഈ അടയാളപ്പെടുത്താത്ത ഒരു 11ാം പോയിന്റിന് തൊട്ടടുത്തുള്ള ഒരു സ്ഥലത്തു നിന്നാണ് ഒരു മൃതദേഹാവശിഷ്ടവും നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇത്തരത്തിൽ അസ്ഥികൂടം ഉൾപ്പെടെ ലഭിച്ചത്. പക്ഷേ 3ാം പോയിന്റിൽ നിന്നും നേരത്തെ തന്നെ നടത്തിയ തിരച്ചിലിൽ ഇത്തരത്തിൽ 3ഓളം തലയോട്ടികൾ ലഭിച്ചു എന്ന ഒരു നിർണായകമായ വിവരമാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. അത് SIT ഉദ്യോഗസ്ഥർ വളരെ രഹസ്യ സ്വഭാവത്തിൽ പരിശോധന നടത്തിയാണ്. നമുക്ക് ആ ഭാഗങ്ങൾ കാണാൻ പോലും സാധിക്കുന്നുണ്ടായിരുന്നില്ല. കാരണം നേത്രാവതി പുഴയുടെ കുറച്ച് മാറി വനത്തിനകത്തായിരുന്നു ഈ 3ാം പോയിന്റ്. 1ഉം 2ഉം പോയിന്റ് ഇത്തരത്തിൽ ഞാനിപ്പോൾ നിൽക്കുന്നതിന് തൊട്ട് സമീപത്തെ സ്നാനഘട്ടമായിരുന്നു. അത് നമുക്ക് ക്യാമറ ദൃശ്യങ്ങൾ തന്നെ അവിടെ നിന്നും പകർത്താൻ സാധിക്കുമായിരുന്നു. പക്ഷേ ഈ 3ാം പോയിന്റിൽ എന്ത് സംഭവിച്ചു, ഇവിടെ തെരച്ചിൽ എന്ത് ലഭിച്ചു എന്നോ ഒരു വിവരവും നമുക്ക് ആ സമയത്ത് ലഭിച്ചിരുന്നില്ല. അതാണിപ്പോൾ പുറത്തു വരുന്നത്. അവിടെ നിന്നും ഇത്തരത്തിൽ 3ഓളം തലയോട്ടികൾ ലഭിച്ചു എന്നത്. അത് സ്ത്രീയുടേതാണോ പുരുഷൻ്റെതാണോ അത്തരം കാര്യങ്ങളൊന്നും അറിയില്ല. ഔദ്യോഗികമായ സ്ഥിരീകരണം ഈ വാർത്തയ്ക്കില്ല. അത് SITയുടെ ഭാഗത്തു നിന്നാണ് ഔദ്യോഗികമായ സ്ഥിരീകരണം വരേണ്ടത്. എന്തായാലും ഇത് കൂടുതൽ ഞെട്ടിപ്പിക്കുന്ന വെളിപ്പെടുത്തലാണ് ഇത് എന്ന് ഉറപ്പാണ്. കാരണം ഈ പരിശോധനകളിൽ ഒന്നും ഇത്തരത്തിൽ വസ്തുക്കൾ ലഭിച്ചിട്ടില്ല എന്നാണ് നമ്മൾക്കുൾപ്പെടെ വിവരങ്ങൾ ലഭിച്ചത്. പക്ഷേ വളരെ രഹസ്യ സ്വഭാവത്തിൽ നടത്തിയ പരിശോധനയിൽ ഇങ്ങനെ ലഭിച്ചിരുന്നു. അതായത് 3ാം ദിനം നടത്തിയ പരിശോധനയിലാണ് ഇത് ലഭിച്ചതെന്ന് ഓർക്കണം. ഇപ്പോഴാണ് ആ വിവരം പുറത്തു വരുന്നത്. ഒരു പക്ഷേ അത് കൂടുതൽ ഇനി ഇത്തരത്തിൽ ഓരോ സ്ഥലങ്ങളിൽ നിന്നും കൂടുതൽ മൃതദേഹാവശിഷ്ടങ്ങളോ അത്തരം തെളിവുകളോ ലഭിച്ചിട്ടുണ്ടാകാം എന്നതിൻ്റെ ഏറ്റവും വലിയ സൂചന തന്നെയാണിത്. ഏതായാലും SITയുടെ വാർത്താ സമ്മേളനം ഉണ്ടാകുമെന്ന് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അതിലായിരിക്കും ഒരു പക്ഷേ ഇതുവരെ ഈ പരിശോധനയിൽ ലഭിച്ച എന്തൊക്കെ ലഭിച്ചു, എന്തൊക്കെ അന്വേഷണ പുരോഗതി ഉണ്ടായി, ആ കാര്യങ്ങളെല്ലാം വ്യക്തമാക്കുക. എന്തായാലും അത് ഈ ഉദ്യോഗസ്ഥരുടെ ഭാഗത്ത് നിന്ന് തന്നെ നമുക്ക് ലഭിക്കണം. അതിന് കാത്തിരിക്കേണ്ടി വരും. അതിനു മുമ്പാണ് നമുക്ക് ലഭിക്കുന്ന വിശ്വസനീയമായ കേന്ദ്രത്തിൽ ലഭിക്കുന്ന വിവരങ്ങളാണിത്. നേരത്തെ നടത്തിയ ഇതിപ്പോൾ 8ാം ദിനമാണ്. 3ാം ദിനത്തിൽ നടത്തിയ പരിശോധനയുടെ വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. ഏതായാലും ശുചീകരണ തൊഴിലാളിയും കൊണ്ടുള്ള വാഹനം ഏത് സമയത്തും എനിക്ക് മുന്നിലൂടെ ഈ റോഡിലൂടെ കടന്നു പോകാം. ഇവിടെയാണ് 13ാം പോയിന്റ് ഉള്ളത്. ഈ അടയാളപ്പെടുത്തിയ മാർക്ക് ചെയ്ത ഏറ്റവും അവസാനത്തെ പോയിന്റാണ് 13. ഇനി പുതിയ ഇടങ്ങളിൽ മാർക്ക് ചെയ്യേണ്ടിയിരിക്കുന്നു. അതല്ലെങ്കിൽ ശുചീകരണ തൊഴിലാളി വെളിപ്പെടുത്തുന്ന പുതിയ സ്ഥലങ്ങളിൽ പരിശോധന നടത്തേണ്ടിയിരിക്കുന്നു. അത് ഇനി ഏത് രീതിയിലാണെന്നതും വളരെ ശ്രദ്ധേയമാണ്, വളരെ പ്രധാനമാണ്. അത് തന്നെയാണ് ഇവിടെ കാത്തിരിക്കുന്നത്. എന്തായാലും അത് അഭിഭാഷകർക്ക് പോലും, അതായത് സാക്ഷിയുടെ അഭിഭാഷകരോട് പോലും അത്തരം വിവരങ്ങൾ പങ്കുവച്ചിട്ടില്ല. അവരോട് നമ്മൾ സംസാരിച്ചിരുന്നു അല്പസമയം മുമ്പ്. പക്ഷേ അവർക്കും അത് സംബന്ധിച്ച കൂടുതൽ വിവരങ്ങളിൽ അല്പസമയം മുമ്പാണ് ഈ SIT ഉദ്യോഗസ്ഥരുടെ യോഗം അവസാനിച്ചത്. ആ യോഗത്തിൽ
കാര്യത്തിൽ നിർണായക തീരുമാനങ്ങൾ എടുത്തിട്ടുണ്ട്. അതെന്തൊക്കെയാണെന്നാണ് ഇനി വരും മണിക്കൂറുകളിൽ മനസ്സിലാക്കാൻ സാധിക്കുക. 13-ാം പോയിന്റിലെ പരിശോധന ഇന്ന് നടത്തും. സാധാരണ 2 പോയിന്റിലെ പരിശോധനയാണ് ഒരു ദിവസം നടക്കാറുള്ളത്. 11:30 സംഘമെത്തും, വൈകിട്ട് 6-ഓട് സമാപിക്കും. പക്ഷേ ഇന്ന് 1 മണി ആയിട്ടും എത്തിയില്ല. അത് ഒരു പോയിന്റ് മാത്രം പരിശോധിക്കാനുള്ളത് കൊണ്ടായിരിക്കാം ഇന്ന് യോഗം ചേർന്നു. ആ യോഗത്തിൽ ചില തീരുമാനങ്ങൾ എടുത്തു. ഉച്ചയ്ക്ക് ശേഷം ഈ പരിശോധന നടത്തുന്നു. ഇനി ഇവിടുന്ന് എന്തൊക്കെ വസ്തുക്കൾ ലഭിക്കുന്നു അതും ഈ കേസിൽ നിർണായകമായിരിക്കും. കൂടുതൽ തെളിവുകൾ പുറത്തു വന്നിട്ടുണ്ട്, SITക്ക് ലഭിച്ചിട്ടുണ്ട് എന്ന് തന്നെയാണ് നമുക്കിപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും ഇവിടെ എല്ലാ ഒരുക്കങ്ങളും ആയിരിക്കുന്നു. കൂടുതൽ പോലീസിനെ വിന്യസിച്ചിരിക്കുന്നു. മാധ്യമപ്രവർത്തകരെ 13-ാം പോയിന്റിൽ നിന്നും മാറ്റി നിർത്തിയിരിക്കുന്നു. ഞാനിപ്പോൾ നിൽക്കുന്നത് ഈ സ്നാനഘട്ടയ്ക്ക് സമീപം 13-ാം പോയിന്റിന് കുറച്ച് ദൂരമായാണ്. അഖിൽ ഓട്ടുപാറ നമ്മുടെ ക്യാമറമാൻ ഉള്ളത് ഇവിടുന്ന് കുറച്ച് ഉയരത്തിലുള്ള ഒരു സ്ഥലത്താണ്. എന്തായാലും അല്പസമയത്തിനകം തന്നെ ഇവിടെ ഈ സംഘമെത്തും, പരിശോധന നടത്തും. നിർണായകമായ വിവരങ്ങളാണ് പുറത്തു വരുന്നത്. 3-ാം പോയിന്റിൽ നേരത്തെ പരിശോധന പൂർത്തിയാക്കിയ സ്ഥലമാണ്. അവിടെ നിന്ന് കൂടുതൽ അസ്ഥികൂടത്തിന്റെ അവശിഷ്ടങ്ങൾ കിട്ടിയിരുന്നു എന്ന വിവരം ഇപ്പോൾ പുറത്തു വരികയാണ്. ഇതോടൊപ്പമാണ് ഈ 13-ാം പോയിന്റിലെ പരിശോധനയിൽ നേരത്തെ ഇതുപോലെയുള്ള അസ്ഥികൂട അവശിഷ്ടങ്ങൾ കണ്ടെത്തിയത് 1-ലധികം ആളുകളുടേതാണെന്ന പ്രാഥമിക ഫോറൻസിക് പരിശോധനാ ഫലം. DGP അങ്ങോട്ടേക്ക് എത്തുന്നുണ്ട്. കൂടുതൽ പേർ SITക്ക് മുന്നിൽ മൊഴി നൽകിയിട്ടുണ്ട്. അങ്ങനെ വളരെ പ്രധാനപ്പെട്ട നടപടികൾ അല്ലെങ്കിൽ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഇന്ന് ധർമ്മസ്ഥലയുമായി ബന്ധപ്പെട്ട് ഉണ്ടായിട്ടുള്ളത്. പരിശോധന അല്പസമയത്തിനകം തന്നെ ഇന്നത്തെ പരിശോധന ആരംഭിക്കുകയും ചെയ്യും. ചേർത്തലയിൽ കാണാതായ സ്ത്രീകൾ എവിടെ? ആലപ്പുഴ, ചേർത്തല, പള്ളിപ്പുറം സ്വദേശി സെബാസ്റ്റ്യൻ പ്രതിയായ തിരോധാന കേസുകളിൽ മൃതദേഹങ്ങൾ കണ്ടെത്താൻ ഗ്രൗണ്ട് പെനട്രേറ്റിംഗ് റഡാർ ഉപയോഗിച്ച പരിശോധന. ബിന്ദു പത്മനാഭൻ തിരോധാന കേസ് അന്വേഷണത്തിനായി ക്രൈംബ്രാഞ്ചിന്റെ ആവശ്യപ്രകാരം നാഷണൽ സെന്റർ ഫോർ എർത്ത് സയൻസ് സ്റ്റഡീസ് സംഘമാണ് പരിശോധന നടത്തുന്നത്. ഇന്ത്യയിൽ തന്നെ NSESനെ ഉപയോഗിക്കുന്ന 2ാമത്തെ കേസാണിത്. പള്ളിപ്പുറത്ത് സെബാസ്റ്റ്യന്റെ വീട്ടുവളപ്പിൽ കൂടുതൽ ശാസ്ത്രീയമായ പരിശോധനയിലേക്കാണ് അന്വേഷണ സംഘം കടന്നിട്ടുള്ളത്. NCSSലെ ഉദ്യോഗസ്ഥരെ എത്തിക്കൊണ്ടാണ് നമ്മൾ ഈ പിൻഭാഗത്തായി കാണുന്ന പുരയിടവും 2.5 ഏക്കറാണ് ഈ പുരയിടമുള്ളത്. ഈ പുരയിടവും വീടും അണങ്ങുന്ന ഭൂമിയാണ് ഇന്ന് പരിശോധിക്കുന്നത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് കഴിഞ്ഞ ദിവസങ്ങൾ JCB ഉപയോഗിച്ചുള്ള പരിശോധനയിൽ കുറച്ച് അസ്ഥിയുടെ ഭാഗങ്ങൾ കണ്ടെത്തിയിട്ടുണ്ടായിരുന്നു. അതിനുമപ്പുറം സെബാസ്റ്റ്യന്റെ വീട് കേന്ദ്രീകരിച്ചാണ് ഇന്ന് NCSSലെ ഉദ്യോഗസ്ഥരെ, എർത്ത് സ്റ്റഡീസിലെ ഉദ്യോഗസ്ഥരെ കൊണ്ടുവന്നിട്ടുള്ള പരിശോധന നടത്തുന്നത്. അത് ഗ്രൗണ്ട് പെനട്രേറ്റിംഗ് റഡാറുകൾ ഉപയോഗിച്ച് അത്തരമൊരു പരിശോധന ഈ വീടിനകത്ത് നടത്തുക. 5 മീറ്റർ വരെ ആഴത്തിൽ അത്തരത്തിൽ എന്തെങ്കിലും ഇത്തരത്തിൽ അസ്ഥികൂടങ്ങളോ മറ്റെന്തെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ അത് കണ്ടെത്താനാകും എന്നുള്ളതാണ് ഈ ഒരു ശാസ്ത്രീയമായ പരിശോധനയുടെ ഗുണം. അത് ഈ സ്പോട്ട് അവർ ഐഡന്റിഫൈ ചെയ്യുന്ന സ്പോട്ട് മാത്രം തുറന്ന് പിന്നീട് പരിശോധിച്ചാൽ മതിയാകും. ആദ്യമായി ഒരുപക്ഷെ NCSSന്റെ സഹായം തേടുന്ന കുറ്റാന്വേഷണത്തിൽ NCSSന്റെ സഹായം തേടുന്ന 2ാമത്തെ കേസാണ് ആലപ്പുഴയിലെ എന്നുള്ളതാണ്. ഇന്ത്യയിലെ തന്നെ NCSSന്റെ സഹായം തേടുന്ന 2ാമത്തെ കേസ് കൂടിയാണ് ഇത്. കാരണം ആദ്യം പള്ളിപ്പുറത്ത് ഇതുപോലെ തന്നെ ഒരു 15 വയസ്സുകാരനായ നിസാമുദ്ദീനെ കാണാതായ സംഭവവുമായി ബന്ധപ്പെട്ട് അന്വേഷണ സംഘം NCSSന്റെ സഹായം തേടിയിരുന്നു. അന്ന് ക്രൈംബ്രാഞ്ച് ഇതുപോലെ തന്നെ ഒരു വലിയ പുരയിടമായിരുന്നു, 1 ഏക്കറോളം വരുന്ന പുരയിടമായതുകൊണ്ട് തന്നെ ആ സ്ഥലത്ത്, ആ കുട്ടി അവസാനമായി കാണാതായ സ്ഥലത്ത് പരിശോധന നടത്തിയെങ്കിലും പക്ഷേ ഈ സ്ഥലം വലിയ ലാർജ് ഏരിയ ആയതുകൊണ്ട് തന്നെ അവർക്കത് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റാതെ പോയി. പക്ഷേ ഇവിടെ അങ്ങനെയല്ല, പ്രത്യേക സ്പോട്ടുകൾ കേന്ദ്രീകരിച്ച് തന്നെ പരിശോധിക്കാനാകും എന്നുള്ളതാണ് അന്വേഷണ സംഘം വിലയിരുത്തുന്നത്. അതിനകത്ത് ഏറ്റവും പ്രധാനം NCSSന്റെ സേവനം ഉപയോഗിക്കാൻ പോകുന്നത് ഈ വീടിനകത്താണെന്നുള്ളതാണ്. സെബാസ്റ്റ്യന്റെ വീടിനകത്ത് അത്തരത്തിൽ രക്തക്കറ ഉൾപ്പെടെ കണ്ടെത്തിയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ വീടിനകത്ത് ഏതെങ്കിലും രീതിയിൽ ഗ്രാനൈറ്റ് പൊളിച്ചുള്ള പരിശോധന കഴിഞ്ഞ ദിവസങ്ങളിൽ ഉണ്ടായിരുന്നു. അതിനും അപ്പുറത്തേക്ക് മറ്റെന്തെങ്കിലും ഉണ്ടോ എന്നുള്ളത് ഇപ്പോൾ തറഭാഗമാണെങ്കിൽ അത് പൊളിക്കാതെ തന്നെ അവർക്ക് പരിശോധിക്കാനാവും. അവർ ഐഡന്റിഫൈ ചെയ്ത് കൊടുക്കുന്ന സ്പോട്ട് ആണ് ഇവർക്ക് പിന്നീട് അത് തുറന്ന് പരിശോധിച്ചാൽ മതിയാകും. മാത്രമല്ല ഈ പുരയിടവും 2.5 ഏക്കറുണ്ട്. അതിന്റെ തീരുമാനിച്ചിട്ടുള്ള സ്ഥലങ്ങൾ മാത്രമാകും ഇവർ പരിശോധിക്കുക. ഈ സയന്റിസ്റ്റുകളുടെ സഹായത്തോടുകൂടി പരിശോധിക്കാനാവുക. എന്തായാലും ഏറ്റവും നിർണായകമായ ഒരു ഘട്ടത്തിലേക്ക്, അതായത് അന്വേഷണ സംഘം ഈ തിരോധാനങ്ങളുമായി ബന്ധപ്പെട്ടുള്ള വിവരങ്ങൾ പരമാവധി ശേഖരിക്കാനുള്ള തയ്യാറെടുപ്പിലാണ്. അതിൽ ഏറ്റവും നിർണായകമായ ഘട്ടത്തിലെ പരിശോധനയാണ് ഇവിടെ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. 4 സ്ത്രീകളുമായി ബന്ധപ്പെട്ട തിരോധാന കേസുകളാണ് സെബാസ്റ്റ്യനുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നത്. അത് ബിന്ദു പത്മനാഭൻ ഉൾപ്പെടെയുള്ള സ്ത്രീകൾ അതിൽ പെടുന്നു എന്നുള്ളതാണ്. ബിന്ദുവും ഐഷയും, സിന്ധു എന്ന് വിളിക്കുന്ന ബിന്ദുവും, ഒപ്പം തന്നെ ഏറ്റവും ഒടുവിൽ ജൈനമയും. അതുകൊണ്ട് തന്നെ ബിന്ദു പത്മനാഭൻ കേസ് അന്വേഷിക്കുന്ന അന്വേഷണ സംഘം ഈ ബിന്ദുവിന്റെയും സിന്ധുവിന്റെയും ഒപ്പം തന്നെ ജൈനമ്മയുടെയും ഈ ഐഷയുടെയും കേസുകൾ ആലപ്പുഴയിലാണ്. ആലപ്പുഴ ക്രൈംബ്രാഞ്ച് സംഘമാണ് ഇപ്പോൾ അത് പരിശോധിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൽ തന്നെ ബിന്ദു പത്മനാഭൻ കേസുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണ സംഘമാണ് ഇപ്പോൾ NCSSന്റെ സഹായം തേടിയിട്ടുള്ളത്. അവരിപ്പോൾ സെബാസ്റ്റ്യന്റെ വീടിനകത്ത് വിശദമായ പരിശോധന നടത്തിക്കൊണ്ടിരിക്കുകയാണ്. സെൻട്രൽ ഗവൺമെന്റ് ഡിപ്പാർട്ട്മെന്റ് സാറേ, അതെ ഈ സ്പോട്ട് മാത്രമാണോ, വീടിനകമാണോ? എല്ലായിടത്തും പരിശോധിക്കും. പള്ളിപ്പുറത്തു നിന്നും ശരണ്യ സ്നേഹജൻ, ന്യൂസ് 18.
ശരി, ഇന്ന് ഇപ്പോൾ പരിശോധന നടക്കുന്ന സമയത്ത് സെബാസ്റ്റ്യന്റെ വീട്ടിൽ റഡാർ ഉപയോഗിച്ചുള്ള പരിശോധനയാണ്. അവിടെ സംശയാസ്പദമായ 3 സ്പോട്ടുകൾ മാർക്ക് ചെയ്തിരിക്കുന്നു. ആദ്യ സ്പോട്ട് 2.5 മീറ്റർ താഴ്ചയിൽ കുഴിക്കാനാണ് നിർദ്ദേശം. വീടിന്റെ മുൻഭാഗത്താണ് രണ്ടാം സ്പോട്ട്. ശരണ്യ സ്നേഹജൻ കൂടുതൽ വിവരങ്ങൾ നൽകും. ഈ പള്ളിപ്പുറത്തെ ഈ വീട്ടുവളപ്പിൽ നിന്ന് ശരണ്യ, സ്വാഭാവികമായും എന്തെങ്കിലും സംശയം തോന്നിയ സാഹചര്യത്തിലായിരിക്കുമല്ലോ ഇങ്ങനെ ഒരു സ്പോട്ട് മാർക്ക് ചെയ്തിരിക്കുന്നത്. എന്താണ് ആ സംശയം? ശ്രീജ, ഇപ്പോൾ ആർക്കിയോളജി ഡിപ്പാർട്ട്മെന്റ് സഹായത്തോടെ, അതായത് NCSന്റെ സഹായത്തോടു കൂടിയുള്ള പരിശോധന ആരംഭിച്ചിട്ടുണ്ട്. വീടിന്റെ മുൻഭാഗത്താണ് ആദ്യം പരിശോധന നടത്തിയത്. അതായത് സെബാസ്റ്റ്യന്റെ വീടിന്റെ വടക്ക് കിഴക്ക് ഭാഗത്തായാണ് പരിശോധന നടത്തിയത്. അവിടെ നടത്തിയ ഇടങ്ങളിലാണ് ഇപ്പോൾ 3 സ്ഥലത്ത് ഐഡന്റിഫൈ ചെയ്തിട്ടുള്ളത്. അതായത് ആ സ്പോട്ട്, അതിന്റെ മണ്ണിന്റെ അസ്വാഭാവികത, ഒപ്പം തന്നെ ആഴത്തിൽ എന്തെങ്കിലും അവിടെ ഒരു സാധനം കുഴിച്ചിട്ട രീതിയിലൊക്കെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അവർക്കത് മനസ്സിലാക്കാൻ കഴിയും. ആ രീതിയിലുള്ള സ്പോട്ടുകളാണ് ഇപ്പോൾ ഐഡന്റിഫൈ ചെയ്തിട്ടുള്ളത്. ഗ്രൗണ്ട് പെനട്രേറ്റിംഗ് റഡാർ ഉപയോഗിച്ചാണ് NCSS ഉദ്യോഗസ്ഥർ ഈ ഭാഗങ്ങളൊക്കെ പരിശോധിച്ചു വരുന്നത്. അതിൽ തന്നെ ഈ വടക്ക് കിഴക്കേ മൂലയിലായിട്ടുള്ള ഭാഗത്താണ് ഇപ്പോൾ 2.5 മീറ്റർ താഴ്ചയിൽ കുഴിച്ചു നോക്കുന്നതിന് വേണ്ടി ഒരു സ്പോട്ട് ഐഡന്റിഫൈ ചെയ്ത് അവർ കൊടുത്തിട്ടുള്ളത്. ഈ 2.5 മീറ്റർ താഴ്ചയിൽ അവിടെ എന്തോ ഉണ്ട് എന്നുള്ള ഒരു ഉള്ള റഡാർ സിസ്റ്റത്തിൽ അത്തരത്തിലുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ ഐഡന്റിഫൈ ചെയ്തിട്ടുള്ളത്. അത്തരം കാര്യങ്ങൾ ഇപ്പോൾ അവർ പരിശോധിച്ചു വരികയാണ്. വീടിന്റെ മുൻഭാഗത്ത് നിന്ന് തുടങ്ങിയ പരിശോധന പിന്നീട് കിഴക്ക് ഭാഗത്തേക്ക്, അതായത് വഴിയുടെ ഭാഗത്തേക്ക്, സെബാസ്റ്റ്യൻ വീടിന്റെ മുൻഭാഗത്തുള്ള വഴിയുടെ ഭാഗത്തേക്ക് പോയി. അതിനുശേഷം ഇന്നലെ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ മൃതദേഹാവശിഷ്ടങ്ങൾ കണ്ടെത്തിയ വീടിന്റെ പിൻഭാഗത്തേക്കാണ് ഇപ്പോൾ എത്തിയിട്ടുള്ളത്. ആ ഭാഗമാണ് ഇപ്പോൾ പരിശോധിച്ചുകൊണ്ടിരിക്കുന്നത്. അത്തരത്തിൽ പരിശോധന മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. 3 സ്പോട്ടുകൾ വീടിന്റെ മുൻഭാഗത്ത് തന്നെ ഐഡന്റിഫൈ ചെയ്തിട്ടുണ്ട്. ഇനി അതൊക്കെ തന്നെ, ആ സ്ഥലങ്ങളൊക്കെ തന്നെ JCB ഉപയോഗിച്ച് കുഴിച്ച് പരിശോധിക്കും. എന്തായാലും അന്വേഷണ സംഘം ഇതിനകത്ത് ഇപ്പോൾ ഇവിടെ ഉള്ളത് കോട്ടയം ക്രൈംബ്രാഞ്ച് ടീം അല്ല, മറിച്ച് ഇവിടെ ആലപ്പുഴയിൽ നിന്നുള്ള അന്വേഷണ സംഘമാണ് ഉള്ളത്. ബിന്ദു പത്മനാഭൻ തിരോധാന കേസിലാണ് ഇപ്പോൾ NCSന്റെ സഹായം തേടിക്കൊണ്ടുള്ള അന്വേഷണം നടക്കുന്നത്. അത് അന്വേഷിക്കുന്ന ആലപ്പുഴയിലെ ടീമാണ് ഇപ്പോൾ ഇവിടെ NCSS ടീമിന്റെ കൂടെ പരിശോധന നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഈ റഡാർ സിസ്റ്റം ഉപയോഗിച്ചുള്ള പരിശോധനയിൽ 2.5 മീറ്റർ താഴ്ച വരെ, 5 മീറ്റർ താഴ്ച വരെ പരിശോധിക്കാനാകും എന്നുള്ളതാണ് അവർ വ്യക്തമാക്കിയിട്ടുള്ളത്. ആ രീതിയിലുള്ള പരിശോധനയാണ് ഇത്. ഈ റഡാർ ഉപയോഗിച്ചുള്ള ഉപകരണം ഈ മണ്ണിന് മുകളിലൂടെ മൂവ് ചെയ്തുകൊണ്ടാണ് പോകുന്നത്. അപ്പോൾ ഏതെങ്കിലും സംശയാസ്പദമായ സ്പോട്ടുകൾ ഉണ്ടെങ്കിൽ, മണ്ണിന്റെ ഘടനകൾ വ്യത്യാസമായിട്ടുള്ള ഇടമുണ്ടെങ്കിൽ, അല്ലെങ്കിൽ താഴ്ചയിൽ എന്തെങ്കിലും സാധനങ്ങൾ ഉള്ള ഡിറ്റക്ട് ചെയ്യുന്ന സ്ഥലമുണ്ടെങ്കിൽ ആ സ്ഥലത്ത് വെച്ച് അവർക്ക് തിരിച്ചു കിട്ടുന്ന സിഗ്നൽസിൽ നിന്ന് അത് മനസ്സിലാക്കാൻ കഴിയും. ആ രീതിയിലുള്ള പരിശോധന നടക്കുന്നത്. ഒരുപക്ഷെ ഇന്ത്യയിൽ തന്നെ കുറ്റാന്വേഷണത്തിൽ NCSന്റെ സഹായം തേടുന്ന 2ാമത്തെ കേസാണ്. 2ഉം കേരള പോലീസ് തന്നെയാണ് ഉപയോഗിച്ചിട്ടുള്ളത് എന്നുള്ളതാണ്. അത് ഒന്ന് ഇവിടെ തന്നെ ചേർത്തലയിൽ തന്നെയുള്ള ഒരു നിസാമുദ്ദീൻ എന്ന് പറഞ്ഞ 15 വയസ്സുകാരനെ കാണാതായ സംഭവവുമായി ബന്ധപ്പെട്ടാണ് അന്വേഷിച്ചിട്ടുള്ളത്. അതുമാത്രമല്ല, അന്നും ഇതുപോലെ തന്നെ ഒരു വൈഡ് ഏരിയ ആയിരുന്നു. അതായത് 2 ഏക്കറോളം വരുന്ന സ്ഥലമാണ് അന്ന് പരിശോധിച്ചത്. അതുകൊണ്ട് തന്നെ അതൊരു വെല്ലുവിളിയായിരുന്നു. പക്ഷേ ഇവിടെ കുറച്ചുകൂടി ഹോപ്പ് ഉണ്ട്. കാരണം കുറച്ച് സ്പോട്ടുകൾ അവർ ഐഡന്റിഫൈ ചെയ്തിട്ടുണ്ടായിരുന്നു. 2 അന്വേഷണ സംഘങ്ങളായി, കോട്ടയത്തെയും ഒപ്പം തന്നെ ആലപ്പുഴയിലെയും അന്വേഷണ സംഘങ്ങൾ ഇവിടെ പലതവണ പരിശോധന നടത്തിയതാണ്. അതുകൊണ്ട് തന്നെ അവർക്ക് ഏകദേശം ഒരു സ്പോട്ടൊക്കെ കുറച്ച് ധാരണകളുണ്ട്. ആ സ്ഥലങ്ങളൊക്കെയാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ കഴിഞ്ഞ ദിവസങ്ങളിലൊന്നും തന്നെ ക്രൈംബ്രാഞ്ച് സംഘം മാർക്ക് ചെയ്യാതിരുന്ന സ്പോട്ടിലേക്ക്, അല്ലെങ്കിൽ പരിശോധന വലിയ തോതിൽ നടക്കാതിരുന്ന സ്ഥലത്താണ് ഇപ്പോൾ ഇന്ന് ആദ്യം തന്നെ ഒരു ഡിറ്റക്ഷൻ കിട്ടിയത് എന്നുള്ളതാണ്. എന്തായാലും ഇതൊക്കെ അസ്ഥികൂടമാണോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ആണോ എന്നൊക്കെ ഇനി ഇത് കുഴിച്ചൊക്കെ നോക്കി പരിശോധിച്ചാൽ ശേഷം മാത്രമേ അത് സ്ഥിരീകരിക്കാനാവുള്ളൂ. പക്ഷേ സംശയാസ്പദമായ ഇടങ്ങൾ അടയാളപ്പെടുത്തി പോവുകയാണ് അന്വേഷണ സംഘം. ശരണ്യ സ്നേഹജനാണ് വിശദമായ വിവരങ്ങൾ നൽകിയത്. എന്തായാലും ഈ കേസിലും വളരെ നിർണായകമായ ഒരു ഘട്ടമാണിത്. ഈ കാണാതായ സ്ത്രീകളുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും തെളിവുകൾ ഈ പുരയിടത്തിൽ ഇനിയുമുണ്ടോ എന്നതാണ് അറിയേണ്ടത്. പ്രത്യേകിച്ച് ഇയാൾ ഒരു സൈക്കോ കില്ലർ എന്ന രീതിയിലുള്ള സംശയങ്ങൾ നിലനിൽക്കുമ്പോൾ ഈ ആളനക്കമില്ലാത്ത ഈ പുരയിടത്തിലാണോ അതിൻ്റെ തെളിവുകൾ ഉള്ളത് എന്നതാണ് അറിയേണ്ടത്. അതിനുള്ള വിശദമായ പരിശോധനയാണ് ഇപ്പോൾ നടക്കുന്നത്. അതേസമയം ജൈനമ്മ തിരോധാനത്തിൽ സെബാസ്റ്റ്യന്റെ ഭാര്യ സുബിയുടെ മൊഴി ക്രൈംബ്രാഞ്ച് രേഖപ്പെടുത്തുകയാണ്. കോട്ടയം ക്രൈംബ്രാഞ്ച് ഓഫീസിലേക്ക് വിളിച്ചു വരുത്തിയാണ് മൊഴിയെടുക്കുന്നത്. നേരത്തെയും സുബിയുടെ മൊഴി ക്രൈംബ്രാഞ്ച് രേഖപ്പെടുത്തിയിരുന്നു. മറ്റൊരു പ്രധാനപ്പെട്ട വാർത്ത, ഇന്നലെ ഏതാണ്ട് ഈ സമയത്താണ് വലിയ രീതിയിൽ ആശങ്കയുണ്ടാക്കുന്ന, വലിയ വേദന ഉണ്ടാക്കുന്ന ഒരു സംഭവം ഉത്തരകാശിയിൽ നടന്നത്. ഉത്തരകാശിയിലെ ധരാലി ഗ്രാമത്തിൽ കനത്ത നാശത്തിന് കാരണമായ മിന്നൽ പ്രളയത്തിന് കാരണം മേഘവിസ്ഫോടനമല്ല എന്ന വിവരങ്ങൾ കൂടി പുറത്തുവരുന്നു. ഇന്നലെ ഉണ്ടായ മിന്നൽ പ്രളയത്തിന് കാരണം ഒന്നുകിൽ കൂറ്റൻ ഹിമാനിയോ അല്ലെങ്കിൽ ഹിമ തടാകമോ തകർന്നതാണെന്നാണ് സംശയം. അതേസമയം രക്ഷാപ്രവർത്തനം വളരെ ദുഷ്കരമായി തന്നെ ഇപ്പോഴും നിലനിൽക്കുന്നു. ധാരാലിയിലേക്കുള്ള റോഡ് തകർന്നതോടെ സേനാ വിഭാഗങ്ങൾക്ക് ദുരന്ത മേഖലയിലേക്ക് എത്തിപ്പെടാൻ പോലും കഴിയുന്നില്ല. മുംബൈയിൽ നിന്നുള്ള മലയാളി തീർത്ഥാടകർ ധാരാലിയിൽ കുടുങ്ങിയതായുള്ള വിവരവും ഇതിനിടെ പുറത്തു വരുന്നുണ്ട്. 28 അംഗ സംഘത്തിലെ 8 പേർ കൊച്ചിയിൽ നിന്നുള്ളവരാണ്. ബാക്കിയുള്ളവർ മുംബൈ മലയാളികളാണ്.
MG മിഥുൻ വിവരങ്ങളുമായി. മിഥുൻ, ഉത്തരാഖണ്ഡിൽ നമ്മൾ പലതവണ കണ്ടിട്ടുള്ളതാണ് ഈ മേഘവിസ്ഫോടനത്തെ തുടർന്ന് ഇത്തരത്തിലുള്ള അപകടം സംഭവിക്കുന്നത്. പക്ഷേ ഇത്തവണ അതിലൊരു സംശയം വരുന്നത് അങ്ങനെ കാര്യമായ ആശങ്ക ഉണ്ടാക്കുന്ന തരത്തിലൊരു മഴ അവിടെ പെയ്തിട്ടില്ല. കഴിഞ്ഞ ദിവസങ്ങളിൽ മഴ നിലനിൽക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നില്ല എന്നതാണ്. മറ്റെന്ത് സംശയമാണ് ഇപ്പോൾ ഉണ്ടാവുന്നത്? ശ്രീജ സൂചിപ്പിച്ച പോലെ തന്നെ, അതായത് ഈ മിന്നൽ പ്രളയം ഉണ്ടാവുന്നതിന് ആവശ്യമായിട്ടുള്ള മഴ ആ മേഖലയിൽ ലഭിച്ചിട്ടില്ല എന്നുള്ളതാണ് ഈ ഒരു സംശയത്തിന് ഇടയാക്കിയിരിക്കുന്നത്. ശാസ്ത്രജ്ഞർ പ്രധാനമായും ചൂണ്ടിക്കാണിക്കുന്ന ചില കാര്യങ്ങൾ, അതായത് ഈ സംഭവം ഉണ്ടാകുന്ന കഴിഞ്ഞ 24 മണിക്കൂർ സമയപരിധിയിൽ ഈ ഹർസിലിൽ 6.5 മില്ലിമീറ്ററും ഒപ്പം തന്നെ ഭട്വാരിയിൽ 11 മില്ലിമീറ്ററും മാത്രമാണ് മഴ പെയ്തിട്ടുള്ളത്. ഇത് മേഘവിസ്ഫോടനം ഉണ്ടായാൽ പെയ്യുന്ന മഴയുടെ അളവിലും വളരെ കുറവാണ് എന്നാണ് ശാസ്ത്രജ്ഞർ ചൂണ്ടിക്കാണിക്കുന്നത്. ഒപ്പം തന്നെ ഉത്തരകാശിയിൽ 24 മണിക്കൂറിൽ ലഭിച്ച പരമാവധി മഴ 27 മില്ലിമീറ്ററാണ്. ഇത് മിന്നൽ പ്രളയത്തിന് കാരണമായെന്ന് കരുതാനാവില്ല എന്നുകൂടി കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിൻ്റെ പ്രാദേശിക കേന്ദ്രത്തിൽ ശാസ്ത്രജ്ഞർ ചൂണ്ടിക്കാണിക്കുകയും ചെയ്യുന്നു. അതുകൊണ്ട് തന്നെയാണ് ഏതെങ്കിലും തരത്തിലൊരു ഹിമതടാകം തകർന്നതോ അല്ലെങ്കിൽ കൂറ്റൻ ഹിമാനിയോ ഉണ്ടായതാകാം ഈ ഒരു ഇത്തരത്തിലൊരു സംഭവം ഉണ്ടായതിന് പിന്നിൽ നിന്നാണ് ഇത്തരത്തിലൊരു സംശയമാണ് അവർ മുന്നോട്ട് വെക്കുകയും ചെയ്യുന്നത്. അതോടൊപ്പം തന്നെ രക്ഷാപ്രവർത്തനം തുടർന്നുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ നമ്മൾ നേരത്തെ കഴിഞ്ഞ ബുള്ളറ്റിനൊക്കെ പറഞ്ഞതുപോലെ തന്നെ വലിയ ആശങ്കയായിരിക്കുന്നത്, വലിയ വെല്ലുവിളിയായിരിക്കുന്നത് ഈ മേഖലയിലേക്ക് കൂടുതൽ സൈന്യത്തിന് ഇതുവരെയും എത്തിച്ചേരാൻ സാധിച്ചിട്ടില്ല എന്നുള്ളതാണ് ഒരു കാരണം. മറ്റൊന്ന് സാങ്കേതിക, അതായത് അത്യാധുനിക സംവിധാനങ്ങൾ അവിടെ എത്തിക്കേണ്ടതായിട്ടുണ്ട്. ഈ റോഡ് മാർഗം, അതായത് ആകെ ആ പ്രദേശത്തേക്ക് എത്താനുള്ള ഒരു റോഡ് മാത്രമാണുള്ളത്. ആ റോഡ് പലയിടങ്ങളിലായി തകർന്നിട്ടുണ്ട് എന്നുള്ളതാണ്. ഒരിടത്ത് മാത്രമല്ല തകർന്നിട്ടുള്ളത്, പലയിടങ്ങളിലായി ഭട്വാരയിലടക്കം ഈ റോഡ് വലിയ രീതിയിൽ തകർന്നിട്ടുണ്ട്. ഇവ ഒരു സമാന്തര പാത നിർമ്മിക്കുന്നതിന് വേണ്ടിയുള്ള നടപടികൾ ഇപ്പോൾ സൈന്യത്തിൻ്റെ ഭാഗത്ത് നിന്ന് നടന്നുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ അവിടെ ഇത് ഒന്ന് ഏകോപിച്ച് വീണ്ടും വരുമ്പോൾ ആ ഒരു റോഡ് വീണ്ടും ഒന്ന് നന്നാക്കി റെഡിയാക്കി എടുക്കുമ്പോൾ വീണ്ടും പാറകൾ പൊട്ടി വീഴുന്ന ഒരു സ്ഥിതിവിശേഷമുണ്ട്. അത് വീണ്ടും അവിടെ റോഡുകൾ ഇടിഞ്ഞു താഴേക്ക് പോകുന്ന ഒരു സ്ഥിതിവിശേഷം, അത് വലിയ രീതിയിൽ ഈ രക്ഷാപ്രവർത്തനത്തെ വെല്ലുവിളിയായി ബാധിക്കുന്നുണ്ട് എന്നുള്ളതാണ്. മറ്റൊന്ന്, മഴ അതിശക്തമായി തുടരുന്നുണ്ട് എന്നുള്ളതാണ്. കാര്യമായി തന്നെ അവിടെ മഴ ഇപ്പോഴും പെയ്തുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് മറ്റൊരു വെല്ലുവിളിയായിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഇതുവരെയും സേനാ വിഭാഗങ്ങൾക്ക് അവിടേക്ക് എത്താൻ സാധിച്ചിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. മറ്റൊന്ന്, അവിടെ ഇപ്പോഴും ITBPയുടെയും ഒപ്പം തന്നെ സേനാ വിഭാഗങ്ങളുടെയും ഒക്കെ NDRFിൻ്റെ ഒക്കെ സംഘം അവിടെ രക്ഷാപ്രവർത്തനം ഏകോപിപ്പിക്കുന്നുണ്ട്. അവിടെ 130-ലധികം പേരെ രക്ഷപ്പെടുത്തിയിട്ടുണ്ട് എന്നുള്ളതൊരു സ്ഥിരീകരണം കൂടി വരുന്നുണ്ട് എന്നുള്ളതാണ്. മറ്റൊന്ന്, അവിടെയുണ്ടായിരുന്ന സൈന്യത്തിൻ്റെ ക്യാമ്പ് അത് പൂർണ്ണമായും ഒലിച്ചു പോവുകയും ചെയ്തു. 9 മുതൽ 11 പേരോളം അവിടെ ഉണ്ടായിരുന്നു, 11 സൈനികരോളം ഉണ്ടായിരുന്നു എന്നാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരം. അവരെയും ഇപ്പോഴും കാണാൻ സാധിച്ചിട്ടില്ല, അവരുമായി ബന്ധപ്പെടാൻ ഇതുവരെയും കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ്. കൂടുതൽ പേർ കുടുങ്ങിക്കിടക്കുന്നുണ്ട്, അതായത് 100-ലധികം പേർ കുടുങ്ങിക്കിടക്കുന്നതായിട്ടുള്ള റിപ്പോർട്ടുകളാണ് വരുന്നത്. അതായത് അവരെ രക്ഷപ്പെടുത്തുന്നതിന് വേണ്ടി ഉള്ള എല്ലാ ശ്രമങ്ങളും ഏകോപിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള നിർദ്ദേശം പ്രധാനമന്ത്രിയുടെ ഭാഗത്തുനിന്നും ഉണ്ടായിരുന്നു. പ്രധാനമന്ത്രി നേരത്തെ പുഷ്കർ സിംഗ്, അവിടുത്തെ മുഖ്യമന്ത്രി പുഷ്കർ സിംഗ് ധാമിയുമായി സംസാരിച്ചിരുന്നു, സ്ഥിതിഗതികൾ വിലയിരുത്തുകയും ചെയ്തിരുന്നു. ആവശ്യമായ എല്ലാ സഹായങ്ങളും വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. ഒപ്പം തന്നെ വ്യോമമാർഗമാണ് ഇപ്പോൾ ഈ കരസേന ഉൾപ്പെടെയുള്ളവർ അവിടെ എത്തി ഈ രക്ഷാപ്രവർത്തനം ഏകോപിപ്പിക്കുന്നത്. പക്ഷേ അത്യാധുനിക സംവിധാനങ്ങൾ അവിടേക്ക് എത്തണം, എങ്കിൽ മാത്രമേ ഇത്രത്തോളം 2 നിലയോളം പൊക്കത്തോളം ഈ മണ്ണിങ്ങനെ അടിഞ്ഞു കിടക്കുകയാണ്. അപ്പോൾ അവയൊക്കെ നീക്കം ചെയ്യണമെങ്കിൽ ഈ സംവിധാനങ്ങൾ അവിടെ എത്തേണ്ടതായിട്ടുണ്ട്. അവ എത്തണമെങ്കിൽ ആദ്യം ഈ റോഡ് പുനർനിർമ്മിക്കണം എന്നുള്ളതാണ് വലിയ വെല്ലുവിളിയായി നിലനിൽക്കുന്നത് എന്നുള്ളതാണ്. എന്തായാലും മറ്റൊന്ന്, ഈ മേഖലയിലേക്ക്, അതായത് ഗംഗോത്രിയിലേക്ക് തീർത്ഥാടനത്തിൻ്റെ ഭാഗമായി നിരവധി ആളുകൾ പോയിട്ടുണ്ടായിരുന്നു. അവരൊക്കെ അവിടെ ഇപ്പോഴും കുടുങ്ങിക്കിടക്കുകയാണ്. കാരണം വാഹനങ്ങളൊന്നും തന്നെ പോകാൻ പറ്റാത്ത സാഹചര്യമാണ്. പലയിടത്തും വലിയ രീതിയിൽ വിള്ളൽ രൂപപ്പെട്ടിട്ടുണ്ട്. പലയിടത്തും റോഡ് പൂർണ്ണമായും തകർന്ന്, അതായത് 2 വർഷത്തേക്ക് എത്താൻ പറ്റാത്ത രീതിയിൽ അവിടെ ഈ നദി ഒഴുകിക്കൊണ്ടിരിക്കുന്ന സാഹചര്യം. അതുകൊണ്ട് തന്നെ ഈ വാഹനങ്ങളും ഒന്നും തന്നെ ഇപ്പോൾ പോകാൻ പറ്റാത്തൊരു സ്ഥിതിവിശേഷമാണ്. അതിനിടയിലാണ് മലയാളി കുടുംബങ്ങൾ കൂടി അവിടെ കുടുങ്ങിയതായിട്ടുള്ള വാർത്തകൾ വരുന്നത്. അത് സ്ഥിരീകരണത്തിലേക്ക് എത്തിയിട്ടുണ്ടായിരുന്നു. അവർ 28 പേരാണുള്ളത്. ഈ മലയാളി കുടുംബത്തിലെ 20 പേർ മുംബൈയിൽ നിന്നുള്ള മലയാളികളാണ്, 8 പേർ കൊച്ചിയിൽ നിന്നുള്ളതാണ് എന്നുള്ളതാണ്. ഈ 28 പേരും സുരക്ഷിതമായിട്ട് ഉണ്ട് എന്ന് തന്നെയുള്ള വിവരങ്ങളാണ് ലഭ്യമായത്. കഴിഞ്ഞ ദിവസം ഉച്ചയ്ക്ക് ശേഷം ഇവരെ ബന്ധപ്പെടാനായിട്ടില്ല എന്നായിരുന്നു ബന്ധുക്കൾ അറിയിക്കുകയും ചെയ്ത്. അതിനുശേഷമാണ് അവർക്ക് വേണ്ടിയുള്ള തെരച്ചിലും നടത്തിയത്. പിന്നീട് അവർ സുരക്ഷിതരായി തന്നെ അവിടെ ഉണ്ട് എന്നുള്ളതാണ് നമുക്ക് ഏറ്റവും ഒടുവിൽ ലഭ്യമാകുന്ന വിവരം. ശ്രീജ. ശരി, MG മിഥുനാണ് വിവരങ്ങൾ നൽകിയത്. ന്യൂസ് ഡെസ്കിൽ നിന്ന്.
പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷനെതിരായ വിമർശനത്തിൽ ഉറച്ച് സാന്ദ്ര തോമസ്. സ്ക്രൂട്ടിനിയുടെ പേരിൽ നടന്നത് നാടകമാണെന്ന് സാന്ദ്ര ആവർത്തിച്ചു. സംഘടനയിലെ ചെറിയ വിഭാഗം മാത്രം എതിര് നിൽക്കുമ്പോൾ സിനിമാ മേഖലയിലെ ഭൂരിഭാഗം പേരും തന്നെ പിന്തുണയ്ക്കുന്നവരാണെന്നും സാന്ദ്ര പറഞ്ഞു. കോടതിയിൽ നിന്ന് അനുകൂല തീരുമാനമുണ്ടാകുമെന്നാണ് പ്രതീക്ഷയെന്നും സാന്ദ്ര തോമസ് ന്യൂസ് 18നോട് പറഞ്ഞു. പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ ട്രഷറർ സ്ഥാനത്തേക്കുള്ള നോമിനേഷൻ തള്ളിയതോടെയാണ് പരസ്യ പ്രതികരണവുമായി സാന്ദ്ര തോമസ് രംഗത്തെത്തിയത്. ചട്ടങ്ങളെല്ലാം പാലിച്ചിട്ടും തന്റെ നോമിനേഷൻ തള്ളിയത് നിയമവിരുദ്ധമാണെന്ന് ചൂണ്ടിക്കാട്ടി സാന്ദ്ര കോടതിയെ സമീപിച്ചു. വിഷയത്തിൽ അനുകൂല നടപടി ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷയെന്നും സാന്ദ്ര തോമസ് ന്യൂസ് 18നോട് പറഞ്ഞു. സംഘടനയിലുള്ള ഭൂരിഭാഗം ആളുകളും എനിക്ക് സപ്പോർട്ടാണ്. അത് ഞാൻ വിജയിക്കും എന്ന് അവർക്ക് പൂർണ്ണ ബോധ്യമുള്ളത് കൊണ്ടാണ് അവരെന്റെ നോമിനേഷൻ തള്ളുക പോലത്തെ പരിപാടിയിലേക്ക് അവർ കടക്കാനായിട്ട് ഉണ്ടായ സാഹചര്യം. അപ്പൊ അതുകൊണ്ട് തന്നെ നിർമ്മാതാക്കളുടെ സംഘടനയിലുള്ള മറ്റ് നിർമ്മാതാക്കൾ എല്ലാവരും തന്നെ ഞാൻ പറയുന്ന എല്ലാ അഭിപ്രായങ്ങളോടും ഞാൻ പറയുന്ന എല്ലാ കാര്യങ്ങളോടും യോജിക്കുന്നവരാണ്. മാറ്റി നിർത്തപ്പെട്ട ഒരുപാട് പേർക്ക് വേണ്ടിയാണ് താൻ സംസാരിച്ചത്. സൂപ്പർ താരങ്ങൾ ഉൾപ്പെടെ കോംപ്രമൈസ് ചെയ്യാൻ തന്നോട് ആവശ്യപ്പെട്ടിരുന്നെന്നും സാന്ദ്ര. ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വരുന്നതും മറ്റു സ്ത്രീകൾ ഇതേപോലെ തന്നെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നുണ്ടെന്ന് മനസ്സിലാവുന്നതും അപ്പോഴാണ് ഞാൻ ശരി ഇതിന് നിങ്ങൾ പരിഹാരമുണ്ടാക്കണം. എന്റെ കേസിന് പരിഹാരമുണ്ടാക്കാനല്ല പറഞ്ഞത്. എന്നോടൊരു മാപ്പ് പറയാൻ പോലും ഞാൻ പറഞ്ഞിട്ടില്ല. ആ മാപ്പ് പറഞ്ഞിരുന്നെങ്കിൽ അത് എന്നേ തീർന്നു പോയേനെ. സാന്ദ്ര, ഞങ്ങൾക്കൊരു അബദ്ധം പറ്റിപ്പോയി, ക്ഷമിച്ചു കളാ, പോട്ടെ എന്ന് പറഞ്ഞെങ്കിൽ അത് അവിടെ അവസാനിച്ചേനെ. അതിനു പകരം അതിനെ കൂടുതൽ അഗ്രിവേറ്റ് ചെയ്യാനായിട്ടാണ് അവർ ശ്രമിച്ചത്. 3 സിനിമകൾ സ്വന്തം പേരിൽ സെൻസർ ചെയ്തിട്ടുള്ള ഏത് നിർമ്മാതാവിനും പ്രസിഡന്റ് സ്ഥാനത്തേക്ക് മത്സരിക്കാമെന്നാണ് ചട്ടം. തന്റെ പേരിൽ 9 സിനിമകൾ സെൻസർ ചെയ്തിട്ടുണ്ടെന്ന് സാന്ദ്ര നൽകിയ ഹർജിയിൽ പറയുന്നു. ന്യൂസ് 18 കൊച്ചി. ശബരിമലയിൽ യാത്രയ്ക്കായി ട്രാക്ടർ ഉപയോഗിച്ചുവെന്ന് ഹൈക്കോടതിയിൽ ADGP MR അജിത് കുമാർ. ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കരുതെന്ന് MR അജിത് കുമാറിന് കോടതി മുന്നറിയിപ്പ് നൽകി. വിശദീകരണത്തിന്റെ അടിസ്ഥാനത്തിൽ സ്വമേധയാ സ്വീകരിച്ച ഹർജിയിലെ തുടർ നടപടികൾ ഹൈക്കോടതി അവസാനിപ്പിച്ചു. ഭവന വാഹന വ്യക്തിഗത വായ്പകളുടെ പലിശ നിരക്ക് കുറയില്ല. റിപ്പോ നിരക്ക് മാറ്റമില്ലാതെ തുടരുമെന്ന് റിസർവ് ബാങ്ക് ഗവർണർ സഞ്ജയ് മൽഹോത്ര അറിയിച്ചു. റിപ്പോ നിരക്ക് 5.5% നിലനിർത്താനാണ് പണനയ സമിതി യോഗത്തിലെ തീരുമാനം. പണപ്പെരുപ്പം, GDP വളർച്ചയടക്കം നിരവധി അനുകൂല സാഹചര്യങ്ങൾ ഉണ്ടായിരുന്നെങ്കിലും അമേരിക്ക ഇന്ത്യക്കുമേൽ ഏർപ്പെടുത്തിയ ഇറക്കുമതി തീരുവ അടക്കമുള്ള ഘടകങ്ങൾ പരിഗണിച്ചാണ് റിപ്പോ നിരക്ക് മാറ്റമില്ലാതെ നിർത്താൻ തീരുമാനിച്ചത്. റിപ്പോ നിരക്ക് ഫെബ്രുവരിയിൽ 6.5 ആയിരുന്നത് ജൂണിൽ 5.5% കുറച്ചിരുന്നു. RBI രാജ്യത്തെ ബാങ്കുകൾക്ക് കടമായി കൊടുക്കുന്നതിന്റെ പലിശയാണ് റിപ്പോ നിരക്ക്. റിപ്പോ നിരക്ക് കുറച്ചാൽ ബാങ്കുകളിൽ നിന്ന് ലഭിക്കുന്ന വായ്പകളുടെ നിരക്കും കുറയും. ഇന്ത്യയിൽ നിന്നുള്ള ഇറക്കുമതിക്ക് 25% പുറമെ അധിക തീരുവ അമേരിക്ക പ്രഖ്യാപിച്ചേക്കും. 24 മണിക്കൂറിനുള്ളിൽ അധിക തീരുവ ചുമത്തുമെന്നാണ് ഇന്നലെ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് CNBCക്ക് നൽകിയ അഭിമുഖത്തിൽ ഇന്ത്യക്ക് നൽകിയ മുന്നറിയിപ്പ്. എന്നാൽ റഷ്യയിൽ നിന്നുള്ള എണ്ണ ഇറക്കുമതിയിൽ വിട്ടുവീഴ്ച വേണ്ടെന്ന നിലപാടിൽ തന്നെയാണ് ഇന്ത്യ. വിദേശകാര്യമന്ത്രി S ജയശങ്കറും അജിത് ഡോവലും റഷ്യ സന്ദർശിച്ചേക്കും. സ്വർണം വെള്ളി നിരക്കുകൾ നോക്കാം. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ദി വെർസറ്റൈൽ ജുവലർ. സ്വർണ്ണവില 22 കാരറ്റ് ഗ്രാമിന് 9,380 രൂപ, പവന് 75,040 രൂപ. 18 കാരറ്റ് ഗ്രാമിന് 7,750 രൂപ, പവന് 62,000 രൂപ. വെള്ളി ഗ്രാമിന് 124 രൂപ, കിലോഗ്രാമിന് 1,24,000 രൂപ. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി സമർപ്പിച്ചത് കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ദി വെർസറ്റൈൽ ജുവലർ. പകൽ വാർത്ത പൂർണ്ണമാവുന്നു. ഇനി പ്രാദേശിക വാർത്തകളുമായി സകലമാന കേരളം.